ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ ബാഗ് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. മെയിനായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. ബാസ്ക്കറ്റിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബാസ്ക്കറ്റിനകത്ത് ആദ്യം തന്നെ ഉള്ളത് ഒരു ടവലാണ്. ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴുക്കാവും. ഇത് ഞാൻ റിസീവിങ് ടവലായിട്ട് വെച്ചേക്കുവാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ബാക്കി കാണിച്ചു തരാം. ഇനിയുള്ളത് ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് ന്യൂബോണിൻ്റെ സൈസാണ് എടുത്തേക്കുന്നത്. ന്യൂബോണിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം കാണിച്ചു തരാം. ഈ ഒരു വലിപ്പമുള്ളതാണ് എടുത്തേക്കുന്നത്. ഇത് ലവ് ലാപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്ന് എന്താണ് വാങ്ങിച്ചേക്കുന്നത്. ഇതും ഒരു വൈറ്റ് ടവലാണ്. ഇതും ഞാൻ പുറത്തെടുക്കുന്നില്ല, അഴുക്ക് പറ്റും. അതുകൊണ്ടാണ് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഞാനെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് യൂട്യൂബിൽ മറ്റുള്ളവർ ചെയ്തേക്കുന്ന കണക്ക് തന്നെ നോക്കി ചെയ്തതാണ്. അവരും പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതാകുമ്പോഴത്തേക്ക് അഴുക്ക് പറ്റാണ്ടിരിക്കും. അങ്ങനെ ഇതാണ് ഒരു ടവൽ. പിന്നെയും ഉണ്ട് ടവൽ തന്നെ. ടവൽ ഇത് 3 കളറാണ്. ഇത് ബ്ലാങ്കറ്റ് ടൈപ്പ് ഒരു ടവലാണ്. ഇത് അത്യാവശ്യം എന്താ പറയുക, വലിയ റേറ്റൊന്നും ഇല്ല. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇതാണ് 3 ടവൽ. ഇതും കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ്. പിന്നീടുള്ളത് കുഞ്ഞുടുപ്പാണ്. വൈറ്റ് കളർ കുഞ്ഞുടുപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ട് വരുന്നതാണ്. ഇങ്ങനെ 2-3 കെട്ട് വരുന്ന കുഞ്ഞുടുപ്പാണ്. ഇതൊരു 5 എണ്ണം ഉണ്ടാവും. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സ്കിൻകോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് മിക്കുള്ളവരും വാങ്ങിക്കുന്നതാണ്. ഇത് 300 സംതിങ് എന്താണ് ഇതിന് റേറ്റ് വരുന്നത്. അടുത്ത ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് ടവലാണ്. നമ്മൾ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ടവലാണ്. ഇത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് ഒരുപാട് വലിപ്പമൊന്നും ഇല്ല, ഈ ഒരു വലിപ്പമേ ഉള്ളൂ. അപ്പം ഈ ടവൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിൻ്റെ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നോവൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബേബി വാട്ടർ വൈപ്സ് ആണ്. അപ്പോൾ ഈ വൈപ്സ് എനിക്ക് ഒരു ബോക്സിനകത്ത് 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വാട്ടർ വൈപ്സ് ആണ്. 99% വാട്ടർ കണ്ടൻ്റ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിന് വിലയെന്ന് പറയുന്നത് ഇതും ഒരു 300 സംതിങ്ങേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇത് നമ്മൾ വെള്ളം മുണ്ടൊക്കെ കട്ട് ചെയ്ത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഒരുപാട് ആവശ്യം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ളത് ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരുപാട് ആവശ്യം വരുന്നൊരു സാധനമാണ്. എന്നാൽ ഇത് കുറച്ച് ഞാൻ വീട്ടിലും വെച്ചിട്ടുണ്ട്, കുറച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൽ അത്രയും സാധനം കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് അത്രയും സാധനം വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ ബാഗാണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഫസ്റ്റ് ഉള്ളത് ബേബി ഡയപ്പറാണ്. ന്യൂബോണിൻ്റെ ടേപ്ഡ് ഡയപ്പർ ഉണ്ടല്ലോ, മറ്റേ ഒട്ടിക്കുന്നത്. അതാണ് അത്യാവശ്യം ന്യൂബോണിന് നല്ലതെന്നാണ് കേട്ടത്. അപ്പോൾ പാമ്പേഴ്സാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. മിക്കുള്ളതെല്ലാം ഓൺലൈനാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് സാനിറ്ററി പാഡ്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് പീരിയഡ് പാൻറ്റി ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു 5 എണ്ണം ഉണ്ടാവും. അത് ഇത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതും ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2 കുട്ടിയുടുപ്പ് മേടിച്ചു. കുട്ടിയുടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് റോംബേഴ്സ് എന്ന് പറയും. അപ്പം ഇതാണ് ഫുൾ കവറേജ്, ബോഡി സൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഫുൾ കവറേജ് വരുന്നത്. ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം അതിനുശേഷം പിന്നെ നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ, അത്യാവശ്യം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു. ഇതാണ് വൈറ്റാണ്. 2 എണ്ണം ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്.
ഇത് വാങ്ങിച്ചത് പോപ്പീസിൽ നിന്നാണ്. ഇത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 800 സംതിങ് ആയിരുന്നു റേറ്റ് വരുന്നത്. പോപ്പീസ് അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയതുകൊണ്ടാണ് 2 അത് വാങ്ങിക്കാനായിട്ട് നോക്കിയത്. പിന്നെ ഞാനൊരു ക്രീം എടുത്തിട്ടുണ്ട്, ഒരു ബ്യൂട്ടി ക്രീം വെച്ചാൽ ബോഡി ക്രീമാണ് സംഭവം. വെറുതെ എവിടെയെങ്കിലും ഡ്രൈ ആവുകയാണെങ്കിൽ, ഇപ്പം കൈയും കാലൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, ഡവിൻ്റെ ക്രീമാണ് എടുത്തേക്കുന്നത്. പിന്നെ കുളിക്കുന്ന സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ള ബാത്ത് ടവലാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് നൈറ്റിയാണ്, കോട്ടൺ നൈറ്റിയാണ്. ഇത് കോട്ടൺ നൈറ്റി ആണെങ്കിലും മറ്റേ ഫ്രോക്ക് പോലത്തുള്ള നൈറ്റിയാണ്. ഒരെണ്ണം ഞാൻ സിബ് വെച്ച് തയ്പ്പിച്ച്, നടുക്കൂടെ സിബ് വെച്ചിട്ട് തയ്പ്പിച്ചതാണ്. ഇതല്ലാണ്ട് കടയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിച്ചതാണ്. ഇത് 2 സൈഡിലും സിബ് ഉള്ളതാണ്. ഇതാകുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ കോട്ടൺ നൈറ്റി 2 സൈഡിൽ സിബുള്ള 2 എണ്ണവും, പിന്നെ അത് കണക്ക് തന്നെ ഫ്രണ്ടിൽ സിബുള്ളത് അത് ഇതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇട്ടാൽ നല്ല ഭംഗിയാണ്. അപ്പം ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. നടുക്ക് സിബ് വെച്ചിട്ട് ഫ്രോക്ക് നൈറ്റിയാണ്, ഇങ്ങനെ ഫ്രോക്കിൻ്റെ കണക്ക് ഡിസൈൻ വരുന്നത്. ഇപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനും അത് തന്നെ വാങ്ങിച്ചു. പിന്നെ ഞാൻ 2 ഫീഡിങ് ടോപ്പ് എടുത്തിട്ടുണ്ട്. എടുത്ത എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരാനും അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഇടാനും വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതാണ്, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. 2 സൈഡും സിബുള്ളതാണ്. ഇത് ഫ്രോക്കാണിത്, ഫ്രോക്ക് പോലത്തുള്ള ഡ്രസ്സാണ്. ഒരെണ്ണം ഇതാണ്, ഇതും ഫീഡിങ് ടോപ്പാണ്, ഫ്രോക്ക് ടൈപ്പ് വരുന്നതാണ്. ഇത് 2 ഇതെല്ലാം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, ഇത് 2 പിന്നെ ഒരു വൈറ്റ് അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്, വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളം മുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം മുണ്ട് എടുത്ത് വെച്ചേക്കാൻ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ട് എടുത്ത് വെച്ചാണ്. ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ബാഗിലുള്ളത് ഇത്രയൊക്കെയാണ്. ഇത് ഇത്രയും എനിക്ക് ആവശ്യമായിട്ട് തോന്നിയ സാധനങ്ങളാണ്. ഇനിയും ഉണ്ട് സാധനങ്ങൾ, കാണിച്ചു തരാം. ബാക്കി സാധനങ്ങൾ വേറെ ബാഗിൽ വെച്ചേക്കാണ് തൽക്കാലം. ഇതൊരു ബ്ലാങ്കറ്റാണ്, ഇത് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കടയിൽ നിന്ന് മേടിച്ചതാണിത്. ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഉള്ളത് ഇത് മറ്റേ സോക്സും തലയിൽ വെക്കുന്ന ക്യാപ്പൊക്കെയാണ്. ഇത് ഓൺലൈനാണ്, എല്ലാം മിക്കുള്ളതെല്ലാം ഓൺലൈനാണ് മേടിച്ചത്. ഇത് 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതും ഒരു ഓപ്പൺ നൈറ്റിയാണ്, ഫുൾ ഓപ്പൺ നൈറ്റിയാണ്. ഇത് തുറന്ന് കാണിക്കാൻ പടി പോലെയൊക്കെ, കഴുകിയിട്ടും ഇതങ്ങോട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഇത് കോട്ടൺ, നല്ല കോട്ടൺ ആയിട്ടുള്ളൊരു ഓപ്പൺ നൈറ്റിയാണ്. ഫുള്ള് ബട്ടൺസ് വരുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഓപ്പൺ നൈറ്റി ആവശ്യമാണെങ്കിൽ ഇരുന്നോട്ടെന്നും കരുതി വാങ്ങിച്ചതാണ്. ഓപ്പൺ നൈറ്റി ആയി. പിന്നെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്, ബെഡ്ഷീറ്റും പില്ലോ കവറും, പിന്നെ തോർത്തെടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, അങ്ങനത്തെ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പിന്നെ സോപ്പ് പൊടി, പിന്നെ ഒരു കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ കത്രിക. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളോട് ഇനി വാങ്ങിക്കാനുണ്ട്. ഒരു ചീപ്പ് എന്ന് പറയുമ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ച് വെക്കണമെന്നാണ് ആഗ്രഹം. കാരണം എനിക്ക് കുറച്ച് താരൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഹെയർ ബാൻഡ്, ഷാമ്പു, ഡെറ്റോള്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പർ. നമുക്കവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാലെന്ന് കരുതിയിട്ട് ന്യൂസ് പേപ്പർ. പിന്നെ ഇന്നോവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, അതെനിക്ക് വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് പ്ലേറ്റ്, ഫ്ലാസ്ക്, പിന്നെ സ്പൂണ്, പിന്നെ ടൂത്ത് ബ്രഷ്, പിന്നെന്താ ഹോസ്പിറ്റൽ ഫയല്, പിന്നെ ആധാർ വേണ്ടി വരും, പിന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ ഞാനൊരു വി വാഷ് വാങ്ങിക്കുന്നുണ്ട്, ഫേസ് വാഷും എൻ്റെ കൂടത്തെ. വി വാഷ് നല്ലതാണ്, ഇറിറ്റേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പറഞ്ഞാൽ പുതിയതും കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ നമ്മളെ വീഡിയോസ് ഇപ്പം ഞാൻ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എനിക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് പറ്റുന്ന രീതിയിൽ, കാരണം എൻ്റെ മൊബൈലിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, വീഡിയോ എടുക്കാനും ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൊണ്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ എൻ്റെ ടൈമിൽ ഇപ്പോൾ എൻ്റെ കൂടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.